രാജ്യസഭാംഗങ്ങൾ ലോക്സഭ പിടിക്കാനിറങ്ങുന്നു. ഇത്തവണത്തെ ബി.ജെ.പിയുടെ അജണ്ടയാണ് കേരളത്തിൽ 2 സീറ്റെങ്കിലും നേടുക എന്നുള്ളത്. അവർ ഫോക്കസ് ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തൃശ്ശൂരും മറ്റൊന്ന് തിരുവനന്തപുരവുമാണ്. അതിൽ തൃശ്ശൂരാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു നീക്കവുമാണ്. തൃശ്ശൂരിൽ സ്ഥാനാർത്ഥിയെ പോലും ഏറെക്കുറെ പ്രഖ്യാപിച്ച പോലെയാണ് ചുവരെഴുത്തുകളും കാര്യങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അതേസമയം തിരുവനന്തപുരത്താണെങ്കിൽ സ്ഥാനാർത്ഥികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ, ചില ഊഹാപോഹ കഥകളെല്ലാം തന്നെ പുറത്തു വരുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രചരണമോ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള നീക്കങ്ങളോ ബി.ജെ.പി അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്ന സാഹചര്യത്തിൽ പോലും അത് തൃശ്ശൂര് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് നടക്കുന്നത്. അതേസമയം തിരുവനന്തപുരം എന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഒരു ഹിഡൻ അജണ്ട നടപ്പിലാക്കാനുള്ള ഒരു സാധ്യത പോലെയാണ് അവിടെ കാണുന്നത്. കേരളത്തിൽ ബി.ജെ.പിക്ക് സീറ്റ് ഉറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 3 പേരാണ് രാജ്യസഭയിൽ നിന്നും ലോക്സഭയിലെ മത്സരത്തിലേക്ക് അഥവാ തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ്. ബി.ജെ.പിയുടെ രാജ്യസഭാംഗങ്ങളായ അശ്വിനി വൈഷ്ണവ്, വി മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കാനാണ് സാധ്യത എന്നാണ് വാർത്തകൾ വരുന്നത്. അശ്വിനി വൈഷ്ണവ് രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കുമെന്ന് സൂചനകൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇന്നലെ പുറത്തിറങ്ങിയ പട്ടികയിൽ അദ്ദേഹത്തിന്റെ പേരില്ല. രാജീവ് ചന്ദ്രശേഖറിന് താല്പര്യം കർണാടകയിൽ മത്സരിക്കാൻ ആണെങ്കിലും അദ്ദേഹത്തെ കേരളത്തിൽ മത്സരിപ്പിച്ചേക്കുമെന്നാണ് സൂചനകൾ. വി മുരളീധരൻ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായേക്കും. രാജ്യസഭാംഗങ്ങളായ എല്ലാവരും മത്സരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുൻപേ തന്നെ വികസിത് ഭാരതം, ഗാവ് ചലോ ക്യാമ്പയിനുകൾ പൂർത്തിയാക്കാനും പാർട്ടി നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ഊർജ്ജപ്പെടുത്തിയ രീതി ലോക്സഭാ തെരഞ്ഞെടുപ്പിലും പാർട്ടി പരീക്ഷിച്ചേക്കും. ദക്ഷിണേന്ത്യയിൽ മറ്റു പാർട്ടികളിലുള്ള അസംതൃപ്തരായ കൂടുതൽ നേതാക്കളെ ബി.ജെ.പിയിലേക്ക് എത്തിക്കാനുമുള്ള ശ്രമവും നടക്കുന്നുണ്ട്. മധ്യപ്രദേശ് മുഖ്യമന്ത്രി കമൽനാഥ് ബി.ജെ.പിയിലേക്ക് എത്തിയേക്കുമെന്ന സൂചനകളെ പാർട്ടിയുടെ ഉന്നത നേതാവ് തള്ളുകയാണ് ചെയ്തത്. കമൽനാഥിനെ പാർട്ടിക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ആറ്റിങ്ങൽ മുരളീധരൻ തന്നെ മത്സരിക്കുമെന്നുള്ള വാർത്തകൾ കുറെ നാളുകളായി പ്രചാരണത്തിലുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആദ്യം കെ സുരേന്ദ്രനെ മത്സരിക്കില്ല എന്നുള്ള വാർത്തകൾ വന്ന സാഹചര്യത്തിൽ അവിടെ ശോഭാ സുരേന്ദ്രന് ഒരു സാധ്യത വളരെ മുൻപേ തന്നെ തെളിഞ്ഞു വന്നതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ശോഭാ സുരേന്ദ്രൻ ഈ പട്ടികയിലൊന്നും തന്നെ ഇടം നേടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും വി മുരളീധരൻ തന്നെയാണ് ആറ്റിങ്ങലിലെ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ഇതുവരെയുള്ള വാർത്തകളാണെങ്കിലും റിപ്പോർട്ടുകളാണെങ്കിലും എല്ലാം തന്നെ പുറത്തു വരുന്നത്. അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ വലിയ രീതിയിലുള്ള വിവാദ പരാമർശങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള അത്തരം ചർച്ചകളിലെല്ലാം തന്നെ അദ്ദേഹം ഇടപെട്ടു എന്നുള്ളതാണ്. അത് ഒരു വിദ്വേഷ പ്രസംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികളെല്ലാം തന്നെ പോയിരുന്ന സാഹചര്യമായിരുന്നു. കളമശ്ശേരി സ്ഫോടന കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം അതിനെ മതം കൊണ്ടുവരാനും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രചരണത്തിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളും വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മേൽ പരാതിയെല്ലാം തന്നെ പോയിരുന്ന സാഹചര്യമാണ്. അതേസമയം തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ഒരുപക്ഷെ കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പല കാരണങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിന്റെ ഒരു ജിയോ പൊളിറ്റിക്സ് അനുസരിച്ചുകൊണ്ട് തന്നെ വോട്ട് നേടാനുള്ള അല്ലെങ്കിൽ വോട്ട് ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതാണ്. അത്തരമുള്ള കാരണങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിക്കൊണ്ടാണ് അദ്ദേഹം കേരളത്തിലേക്ക് തനിക്ക് വരാൻ താല്പര്യമില്ല എന്നെല്ലാം തന്നെ അത്തരം ഒരു നിലപാടിലേക്ക് അദ്ദേഹം മാറുന്നത്. എന്തിനാണെങ്കിലും അദ്ദേഹത്തിന് ഇപ്പോൾ പ്രത്യേകമായുള്ള യാതൊരു തരത്തിലുള്ള പ്രതികരണവും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം തന്നെ കർണാടകയാണ് അദ്ദേഹത്തിന് കൂടുതൽ താല്പര്യം എന്നുള്ളതും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. കർണാടകയെ സംബന്ധിച്ചിടത്തോളം കർണാടകയിൽ ഒരുപക്ഷെ കേരളത്തിനേക്കാൾ കുറച്ചുകൂടി ഒരു അനുകൂല കാലാവസ്ഥയാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടറിഞ്ഞുകൊണ്ടായിരിക്കാം അദ്ദേഹം കർണാടക പോലുള്ള ഒരു സ്ഥലത്ത് മത്സരിക്കാനാണ് തനിക്ക് താല്പര്യമെന്നെല്ലാം തന്നെ പറയുന്നത്. എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അശ്വിനി വൈഷ്ണവാണ്. അശ്വിനി വൈഷ്ണവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മലയാളിയല്ല എന്നുള്ളതാണ്. അശ്വിനി വൈഷ്ണവിന്റെ പേരുകൾ കുറച്ച് ദിവസങ്ങൾക്ക് 1-2 ആഴ്ചകൾക്ക് മുൻപേ തന്നെ അശ്വിനി വൈഷ്ണവ് ഒരു കേന്ദ്രമന്ത്രി തിരുവനന്തപുരത്ത് വരുന്നു എന്നുള്ള വാർത്തകളെല്ലാം തന്നെ വന്ന സാഹചര്യത്തിൽ അത് അശ്വിനി വൈഷ്ണവാകുമോ, നിർമ്മല സീതാരാമനാകുമോ, വി മുരളീധരനാകുമോ എന്നുള്ള ചർച്ചകളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ അശ്വിനി വൈഷ്ണവിനാണ് സാധ്യത എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്തു തന്നെയാണെങ്കിലും അശ്വിനി വൈഷ്ണവ് കൂടിയാണ് കേരളത്തിലേക്ക് വരുന്നത്. ഒരുപക്ഷെ മറ്റു മലയാളികളുടെ അവസ്ഥ ഇതാണ്. അതായത് വി മുരളീധരൻ ഒരുപക്ഷെ ആറ്റിങ്ങൽ പോലുള്ള ഒരു സ്ഥലത്ത് വോട്ടുകൾ നേടാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം എന്താകും അദ്ദേഹത്തിനോടുള്ള ഒരു പ്രതികരണം, അല്ലെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ വോട്ട് നില എന്നുള്ള കാര്യത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ്. എന്നാൽ അതേസമയം തന്നെ അശ്വിനി വൈഷ്ണവ് എന്ന് പറയുമ്പോൾ മലയാളിയല്ല എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രത്യേകിച്ചും ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങ് കേരളത്തിൽ സെലിബ്രിറ്റികൾ പോലും എത്തിയ സാഹചര്യമുണ്ട്. സെലിബ്രിറ്റികൾ പോലും വലിയ രീതിയിലുള്ള പ്രചരണം നടത്തിയ സാഹചര്യമുണ്ട്. എന്നിട്ട് പോലും
ഒരു സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ അശ്വനി വൈഷ്ണവിനെ പോലുള്ള ഒരു കേന്ദ്രമന്ത്രിയെ ഇറക്കുമ്പോൾ പ്രത്യേകിച്ചും എങ്ങനെയാണ് ഒരു സാധാരണക്കാരുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്താണ് ബി ജെ പി ഈ 3 രാജ്യസഭാംഗങ്ങളെ മാത്രം തെരഞ്ഞെടുത്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യവും അവിടെ വരുന്നുണ്ട്. കാരണം പ്രത്യേകിച്ചും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി നല്ല പഠനം നടത്തിയതിന് ശേഷം മാത്രമാണ് ഓരോ സ്ഥലത്തും അല്ലെങ്കിൽ ഓരോ മണ്ഡലത്തിലും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെ തൃശ്ശൂരിലും അതുപോലെ തന്നെ പി സി ജോർജിനെ ഇപ്പോൾ എൻ ഡി എയിലേക്ക് എടുത്തിട്ടുള്ളതും അനിൽ ആന്റണിക്ക് ഒരുപക്ഷെ കൊച്ചിയിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുമ്പോഴും ഇപ്പോൾ വി മുരളീധരൻ ആറ്റിങ്ങലാണ് സാധ്യത കൂടുതൽ എന്ന് പറയുമ്പോൾ ശോഭയെ തള്ളിക്കൊണ്ട് വി മുരളീധരൻ വരുന്നു എന്ന് പറയുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ വ്യക്തമായ ഒരു രാഷ്ട്രീയവും വ്യക്തമായ ഒരു പഠനമെല്ലാം തന്നെ അതിൽ തെളിഞ്ഞു കാണുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതേ സാഹചര്യത്തിൽ അശ്വിനി വൈഷ്ണവ് കേരളത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ നേട്ടമോ മേന്മയോ അല്ല പ്രശ്നം. പക്ഷേ അതേസമയം തന്നെ കേരളത്തിലെ സ്ഥിതിയിൽ, കേരളത്തിലെ സാഹചര്യത്തിൽ, സാമൂഹിക രാഷ്ട്രീയ സാഹചര്യത്തിൽ അശ്വിനി വൈഷ്ണവിനെ നിർത്തിക്കൊണ്ട് എങ്ങനെയാണ് ബി ജെ പി വോട്ട് നേടുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. എന്ത് തന്നെയാണെങ്കിലും വലിയ രീതിയിലുള്ള മത്സരം തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ആശങ്കകളും ആകാംക്ഷകളും എല്ലാം തന്നെ നിറഞ്ഞ ഒരു മത്സരം തന്നെയായിരിക്കും. പക്ഷേ അതേസമയം തന്നെ മറ്റു മുന്നണികളെക്കാളെല്ലാം തന്നെ 1-2 പടി മുകളിൽ തന്നെയാണ് ബി ജെ പി എന്നുള്ളതിനുള്ള സൂചനകൾ തന്നെയാണ് ബി ജെ പിയുടെ ഈ നീക്കങ്ങളെല്ലാം തന്നെ എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതായത് ദേശീയ നേതൃത്വമാണെങ്കിലും സംസ്ഥാന നേതൃത്വമാണെങ്കിലും ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നേറുകയാണ് എന്നുള്ളൊരു അന്തരീക്ഷത്തിലേക്കാണ് ഇപ്പോൾ നീങ്ങുന്നത്. എന്തു തന്നെയാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ യു ഡി എഫിലും എൽ ഡി എഫിലും തർക്കങ്ങൾ നിലനിൽക്കെ, എൽ ഡി എഫിൽ കൊഴിഞ്ഞുപോക്കുകൾക്കുള്ള സാധ്യത നിലനിൽക്കെ, യു ഡി എഫിൽ വലിയ രീതിയിലുള്ള തർക്കങ്ങൾ നിലനിൽക്കെ, യു ഡി എഫിൽ നിന്ന് കൊഴിഞ്ഞുപോക്കലുകൾ ഉണ്ടായ സാഹചര്യത്തിൽ ഒരു പക്ഷേ എന്തായിരിക്കാം ഇനി ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇത്ര കെട്ടുറപ്പുള്ള, ഇത്ര സംഘടിതമായ ഒരു പാർട്ടിയിൽ നിന്ന് ഈ 3 രാജ്യസഭാംഗങ്ങളെ ഇറക്കിക്കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്ന ഒരു മാസ്റ്റർ പ്ലേ എന്നുള്ള രീതിയിലുള്ള വലിയൊരു ആകാംക്ഷ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇത്തരം വാർത്തകളിൽ നിന്നെല്ലാം തന്നെ വ്യക്തമാകുന്നത്.